നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് UAE ഷാർജയിലാണ്. നമ്മുടെ ഇന്നത്തെ വിരുന്നിൻ്റെ അതിഥി പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയുടെ മലയോര ഗ്രാമമായ സീതത്തോട് നിന്നും 21 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാബു പാലക്കത്തറ എന്ന് പറയുന്ന വ്യക്തി UAE എത്തുകയാണ്. നാടിൻ്റെ ഒരുപാട് സ്വപ്നങ്ങളും നന്മകളും പേറിക്കൊണ്ട് വന്ന അദ്ദേഹം പിന്നീടുള്ള തൻ്റെ യാത്രയിൽ യുണൈറ്റഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന UAE വളരെ പ്രശസ്തമായി നിൽക്കുന്ന സ്ഥാപനത്തിൻ്റെ ഒരു സാമ്രാജ്യത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഒപ്പം സീതത്തോട് നിവാസികൾക്ക് തന്നെ ഒരുപാട് ഗുണങ്ങൾ നൽകിയിട്ടുള്ള, പ്രത്യേകിച്ച് UAE വരുമ്പോൾ സീതത്തോട് നിവാസികളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക് ശ്രീ ബാബു പാലക്കത്തറ സർ. നമസ്കാരം. നമസ്കാരം. സീതത്തോട് എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ ഒരു മലയോര ഗ്രാമമാണ്. അവിടെ നിന്നും ഞാൻ പറഞ്ഞതുപോലെ തന്നെ 21 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ UAE വരികയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ താങ്കളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തന്നെ സീതത്തോട് നിവാസികളോടുള്ള ഒരു സ്നേഹം താങ്കൾക്ക് വളരെ കൂടുതലാണ്. എങ്ങനെയായിരുന്നു താങ്കളുടെ പ്രവാസ ജീവിതം തുടങ്ങിയത് എന്നൊന്ന് പറയാമോ? 1993 നവംബർ 28 ഞാനൊരു വിസിറ്റ് വിസയിലാണ് ഈ ദുബൈയിലെത്തുന്നത്. ഇവിടെ ദുബൈയിലെത്തിയിട്ട് ഷാർജയിൽ ലാംബ്ര എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അവിടെ ഞാൻ ജോയിൻ ചെയ്തു ഒരു ടെക്നീഷ്യനായിട്ട്. 2-3 വർഷക്കാലം അവിടെ ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലാംബ്രൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിവിടെ UAE 2003 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സബ് കോൺട്രാക്ടിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ റിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നതാണ് ഈ കമ്പനി ഇത്രമാത്രം സജീവമാക്കിയത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വളരെയധികം പേരെ എൻ്റെ കമ്പനിയിലും പുറത്തുള്ള മറ്റുള്ള കമ്പനികളുമായിട്ട് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. കുറച്ച് പേരൊക്കെ ഇപ്പോഴും ഇവിടെ UAE ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ജീവിക്കുന്നു. എന്നാൽ കുറച്ച് പേർ എൻ്റെ കൂടെയുണ്ട്. ശബരിമല പോയിട്ട് വരുന്ന എല്ലാവരും സേഹത്തോട് വന്നിട്ട് ആണ് തിരിച്ചു പോകുന്നത്. മൂന്നാമത് ഇപ്പോഴത്തെ ഏറ്റവും ടൂറിസ്റ്റ് വലിയ കേന്ദ്രമാക്കി ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ് ഗവി. അത് ഞങ്ങളുടെ വീടിനോടടുത്താണ്. ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അങ്ങനെ ഒരു അനേകർ ഈ ഗവിയിൽ വന്നിങ്ങനെ താമസിക്കാനും ഇപ്പം ഹണിമൂണിനൊക്കെ എല്ലാവരും നേരത്തെ ഊട്ടിയൊക്കെ പോകുന്നത് ഇതെല്ലാവരും ഇപ്പം ഗവിയിലാണ് ഇപ്പം വരുന്നത്. അത്രമാത്രം ഒരു ഇതാണ് ഗവിയെക്കുറിച്ച് പറയാനുള്ളത്. UAE സംബന്ധിച്ചിടത്തോളം യുണൈറ്റഡ് എന്ന് പറയുന്ന താങ്കളുടെ യുണൈറ്റഡ് ഗ്രൂപ്പിന് ഒരുപാട് സാധ്യതകളും ഒരുപാട് പ്രശംസയും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. പ്രധാനമായിട്ടും താങ്കൾ ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? യുണൈറ്റഡ് ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ റിഗ് മെയിൻ്റനൻസ് ആണ്. റിഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലായിരിക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിപ്പ് റിഗ് ഡ്രില്ല് ചെയ്യുന്നതാണ് റിഗ്. അത് അതിൻ്റെ മെയിൻ്റനൻസ് ആണ്. അതിൻ്റേതായ സെപ്പറേറ്റ് കുറേ വർക്കേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അവരാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഷാർജ പോർട്ടിലാണ് ചെയ്യുന്നത്. മെറൈൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ടെക്നീഷ്യനെ പുറത്ത് കിട്ടാനില്ല. അങ്ങനെ സ്പെസിഫിക് കമ്പനിയിൽ മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ഉള്ള ടെക്നീഷ്യനെ. ഇതെല്ലാ വർക്കേഴ്സും സീലാണ് പോയി വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടുത്തെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. അത് 10 വർഷമായി നമുക്ക് ആ കോൺട്രാക്റ്റ് കിട്ടിയിട്ട് അതിലാണ് കൂടുതലും ആൾക്ക് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടേതായ ഡിവിഷൻ വേറെ ഇലക്ട്രോ മെക്കാനിക്കലുണ്ട്. അത് ദുബൈ അബുദാബിയെ ബേസ് ചെയ്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ടോട്ടൽ ഒരു 700 ആൾക്കാർ നമ്മളിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് ഗ്രൂപ്പിൽ 700 വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ദുബൈയിലുണ്ട്, നമ്മുടേതായ ബ്രാഞ്ചുണ്ട്. ഷാർജയിലുണ്ട്. ഷാർജ വേറെ 2 ഓഫീസുണ്ട്. ന്യായമായ രീതിയിലുള്ള ബിസിനസ്സൊക്കെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. ആൾക്കാരൊക്കെ നമ്മൾ എവറി മന്ത് എല്ലാവർക്കും സാലറി കൊടുക്കുന്നു.
സാർ, ഇപ്പോൾ നമ്മൾ യുണൈറ്റഡ് അറബ് മറൈൻ എഞ്ചിനീയറിംഗ് LLC കുറിച്ച് സംസാരിച്ചു, അതുപോലെ തന്നെ ടോപ്പ് ഗ്രേഡ് ഇലക്ട്രോ മെക്കാനിക്കൽ വർക്ക്സിനെ കുറിച്ച് സംസാരിച്ചു, അൽ ഹറക്ക ടെക്നിക്കൽ കോൺട്രാക്ട്. അതെ, ടെക്നിക്കൽ കോൺട്രാക്ട്. അൽ ഹറക്ക എന്ന് പറയുന്നത് ഷാർജയിലാണ്, ബേസ് കമ്പനിയാണ്. അൽ ഹറക്ക ആൻഡ് ഓർസോൺ എഞ്ചിനീയറിംഗ്, ഇത് രണ്ടും നമ്മൾ ഷാർജ ബേസ് കമ്പനിയാണ്. ഒന്ന് യുണൈറ്റഡ് അറബ് മറൈൻ എഞ്ചിനീയറിംഗ്, രണ്ട് ടോപ്പ് ഗ്രേഡ് ഇലക്ട്രോ മെക്കാനിക്കൽ, അൽ ഹറക്ക ടെക്നിക്കൽ, ഓർസോൺ എഞ്ചിനീയറിംഗ്. സാർ, ഇപ്പോൾ പലപ്പോഴും പല വ്യക്തികളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു നാട്ടിൽ നിന്നും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ നിന്നോ പട്ടണങ്ങളിൽ നിന്നോ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. ഇപ്പോൾ USA ആയാലും കൊള്ളാം, UAE ആയാലും കൊള്ളാം, സൗദി ആയാലും കൊള്ളാം, എല്ലാ രാജ്യങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ നാടിനെ പൊതുവെ കുറേ വർഷങ്ങളായി കഴിയുമ്പം പൊതുവെ നാടിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ കുറവായി തോന്നാറുണ്ട്. താങ്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാക്കുകളിലും സീതത്തോട് സ്പെഷ്യലി സേത്തോട്ടിലെ ഒരോട്ടുണ്ടെങ്കിൽ ഏത് വർഷമായാലും എപ്പോഴായാലും എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം കളഞ്ഞിട്ട് വോട്ടിന് വേണ്ടി പോകും. നമ്മളെ കഴിയുന്ന രീതിയിൽ അവിടെ ആയാലും അവരുടെ ഇലക്ഷൻ്റെ പ്രചരണത്തിനൊക്കെ ഉള്ള സമയങ്ങളിൽ, ഒത്തിരി നാൾ പോയില്ലെങ്കിലും ഉള്ള ടൈമുകളിൽ പോകും. ആരാന്ന് വെച്ചാൽ അവരുമായിട്ട് കാണും, അവരൊക്കെ വേണമെന്ന് സപ്പോർട്ടൊക്കെ ചെയ്യും. അത് നേരത്തെ ഉള്ളതാണ്, ഇപ്പം തന്നെയല്ല. ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പേയും ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ആയിരുന്നു. പിന്നെ രാഷ്ട്രീയം നമുക്ക് അത്യാവശ്യമാണ്, കാരണം നമ്മൾ നാട് വിട്ടു പോകുന്നു. ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ നിന്നെല്ലാമായി എന്ന് ചിന്തിച്ച് സേത്തോടിനെ മറക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ല കാര്യമല്ലെന്ന് നമുക്ക് നല്ല പഠിച്ചിരിക്കുന്നതാണ്. കാരണം എന്നാലും നമുക്ക് നാട്ടിൽ ചെന്നേ പറ്റുള്ളൂ. അങ്ങനെ സാർ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ സീതത്തോട് എന്ന് പറയുന്ന താങ്കളുടെ ഗ്രാമത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഒരു വിദേശ വ്യവസായി എന്ന നിലയ്ക്ക് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ ടൂറിസ്റ്റൊക്കെ വരുവാണ്, അവിടെയൊക്കെ നല്ലതായ രീതിയിൽ വികസനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് ഇപ്പം ഗവിയിൽ. ഇപ്പോൾ എന്ത് ചെയ്താലും ഒരിക്കലും ഒരാളും ഫെയിലായി പോകത്തില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നു, വേറൊരാൾ ചെയ്താലും. ഫ്യൂച്ചർ പ്ലാനുകൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ് കിട്ടി, അതിൻ്റെ ഇൻകം കിട്ടി അതങ്ങ് നിർത്തിപ്പോവുക എന്നുള്ളതല്ല. ഫ്യൂച്ചർ എന്തൊക്കെ ബിസിനസ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാനെന്നുള്ളതാണ് നമ്മളുടെ പ്ലാന്. ഇവിടെ ഈ എക്സ്പോ 2020 വന്നതോടുകൂടി ഇപ്പം ബിസിനസ്സിന് വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അപ്പം നമ്മളുടെ ഈ ബിസിനസ് സബ് കോൺട്രാക്റ്റിംഗ് അല്ലാതെ ഉള്ള ബിസിനസ്സിൽ ഡൈവേർട്ട് ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യാൻ, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ടൈമാണ്. UAE ഏറ്റവും നല്ല സമയമാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്യാനായിട്ട്. സാമ്പത്തികമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ സാറിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിച്ചു, അതോടൊപ്പം തന്നെ സാംസ്കാരിക പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു. അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് സീതത്തോടിനെ കുറിച്ചാണ്. നമ്മൾ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചില്ല. ഫാമിലിയിൽ ആരൊക്കെയാണ് താങ്കളുടെ കുടുംബത്തിലൊന്ന് വിശദമായി പറയാം. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് സേത്തോട്, എൻ്റെ കുടുംബ വീട് ഗുരുനാഥമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സേത്തോട്ടിൽ 4 കിലോമീറ്റർ ദൂരെയാണ്. അതാണ് എൻ്റെ കുടുംബ വീട്. എൻ്റെ ഫാദർ, മദർ, എൻ്റെ ബ്രദേഴ്സ് 5 പേരുണ്ട്, 2 സിസ്റ്ററുണ്ട്. എൻ്റെ വൈഫും കുട്ടികളും സേത്തോട് ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. വൈഫും 3 പെൺകുട്ടികളുമാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ആശ ജോസഫ്, മൂത്ത മോളുടെ പേര് ഷാരോൺ ജോസഫ്, രണ്ടാമത്തെ മോളുടെ പേര് സാൻഡ്ര ജോസഫ്, മൂന്നാമത്തെ മോളുടെ പേര് ഷാർലറ്റ് ജോസഫ്. ഇവരാണ് അവരുടെ എൻ്റെ വൈഫിൻ്റെയും കുട്ടികളുടെയും പേര്. ഞങ്ങൾ സേത്തോടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ബിസിനസ്സും വൈഫാണ് ഹാൻഡിൽ ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റ്, ട്രാൻസ്പോർട്ട്, ടൂറിസ്റ്റ് ബസ്സുണ്ട് ഞങ്ങൾക്ക്, അവരൊക്കെ വൈഫാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്തായാലും സാർ, ഇനിയിപ്പോൾ നമ്മുടെ സമയം ഏകദേശം പൂർണ്ണമാകുകയാണ്. എങ്കിൽ തന്നെയും ഈ യുവ ബിസിനസ്സുകാർക്ക്, പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് താങ്കൾക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം, പുതിയ ആൾക്കാർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരിക്കും. നല്ല പൈസയുമായിട്ട് വരുന്നവർ, ബിസിനസ്സിനെ കുറിച്ച് ഐഡിയ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഇന്നിവിടെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാം. ഇവിടെ ആയാലും സൗദി, ഇപ്പോൾ ഞാൻ സൗദിയിലൊരു ബിസിനസ്സുകാർ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. 100 മില്യൺ ആണ് അവിടെ കൊടുക്കേണ്ടത്. അവിടെ ബിസിനസ് ചെയ്യാൻ 40,000 ആൾക്കാർക്ക് ജോലി കിട്ടും. 100 മില്യൺ അവർക്ക് അങ്ങനത്തെ ഒരു ലൈസൻസ് അവർ കൊടുക്കുന്നത്. അപ്പോൾ എത്ര വിസ വേണമെങ്കിലും അവർ ഇത് കൊടുക്കും. നമുക്കൊരു ഓഫർ വന്നാൽ 100 മില്യൺ പേ ചെയ്യാവുന്നുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിനെ പേ ചെയ്യാവുന്നുണ്ടെങ്കിൽ 40,000 വിസ കിട്ടും, ജോലിയുണ്ട്. അത്രമാത്രം ആളവിടെ വേണം സൗദിയിൽ, മീൻസ് അതെ സൗദിയിൽ. അങ്ങനെ ഇന്നലെ ഞങ്ങൾ തമ്മിൽ ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം അങ്ങനെ ഇത് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സംബന്ധിച്ച് ദുബൈയിൽ അതൊന്നും ആവശ്യമില്ല. 100 മില്യൺ ഒന്നും വേണ്ട. ഒരു 10-20 മില്യൺ കൊണ്ടുവരാമെങ്കിൽ ന്യായമായ നല്ലൊരു ബിസിനസ്സൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. പഴയ പോലെ ഒരു ചെറിയ പൈസ കൊണ്ടുവന്ന് 1-2 ലക്ഷം രൂപ കൊണ്ട് വന്നൊരു ബിസിനസ് ചെയ്ത് ഇനി ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ അത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ പൈസ കുറച്ചിട്ട് വന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ളി ടൈറ്റായി. കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് പേയ്മെൻറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ കറക്റ്റ് സാലറി കൊടുക്കണം.
ഓഫീസ് റെൻറ്റ് കൊടുക്കണം, ക്യാമ്പ് റെൻറ്റ് കൊടുക്കണം, ആൾക്കാർക്കെല്ലാം അതൊന്നും ഒരിക്കലും പെൻഡിങ് വെക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് WPS ഇമ്മീഡിയറ്റ്ലി അവർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അത് ഒരു കാരണവശാലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സാർ, എന്തായാലും നമ്മുടെ സമയം പൂർണ്ണമാകുകയാണ്. അതിനു മുമ്പായിട്ട് താങ്കൾക്ക് ഇപ്പോൾ ഏതൊരു വ്യക്തിക്കും ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ഒരു സഹായത്തിനായിട്ട്. അങ്ങനെ താങ്കളുടെ ജീവിതത്തിൽ ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തത്, ഞാൻ ജോലി വിട്ടിറങ്ങുമ്പോൾ പെർഫെക്റ്റ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ അബ്ദുൾ കരീം പുള്ളിയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത്. എനിക്ക് വേണ്ടുന്ന പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു തന്നു. ഞങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പാർട്ണർഷിപ്പ് 5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ട് സെപ്പറേറ്റ് ആയി. അത് കഴിഞ്ഞാണ് ഞാൻ ഈ കമ്പനിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തുടങ്ങിയത്. ആദ്യ രീതിയിൽ സപ്പോർട്ട് ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നല്ല റിലേഷനിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും റിയൽ എസ്റ്റേറ്റൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഇതേവരെ ഞങ്ങളുടെ ആ റിലേഷൻ ഇന്ന് വരെ ഫെയിലായിട്ടില്ല. ഇപ്പോഴും ആ ഒരു നല്ല റിലേഷനിലാണ് പോകുന്നത്. സാർ, എന്തായാലും ഇത്രയും സമയം യുണൈറ്റഡ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളും സീതത്തോടിൻ്റെ പ്രവർത്തനങ്ങളും പുതിയ ബിസിനസ്സുകാർക്ക് ഇവിടെ എന്തൊക്കെ സാധ്യതകൾ യുഎയിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ബാബു പാലക്കത്തറ എന്ന വിളിക്കുന്ന താങ്കൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു.